ഹലോ നമസ്കാരം. ഓഗസ്റ്റ് 1 മുതൽ, അതായത് ഇന്ന് മുതൽ നമ്മുടെ UPI പേയ്മെൻറ്റ്സിന് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഗവൺമെൻറ് കൊണ്ടുവന്നിരിക്കുകയാണ്. UPI പേയ്മെൻറ്റ്സ് ഇപ്പോൾ യൂസ് ചെയ്യാത്തവർ മിക്കവരും ഇല്ലായിരിക്കും. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് എന്തൊക്കെ ചേഞ്ചസ് വന്നെന്ന് നമുക്കറിയാം. അതായത് ആദ്യത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ പേയ്മെൻറ്റ്സ് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് അത് 50 ടൈംസ് മാത്രമാണ് ചെക്ക് ചെയ്യാനുള്ള റൈറ്റ് ഉള്ളൂ. ബാലൻസ് ചെക്ക് 50 ടൈംസ് പെർ ഡേ ആയിട്ട് റെസ്ട്രിക്റ്റ് ചെയ്തിരിക്കുന്നു. പിന്നെ സെക്കൻഡ് വൺ ഈസ്, അതിൻ്റെ 3 ടൈംസ് മാത്രമാണ് നമ്മൾ ട്രാൻസാക്ഷൻ ചെക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതായത് നമ്മൾ ട്രാൻസാക്ഷൻ ചെയ്തു, അതിൽ എന്തെങ്കിലും കാരണവശാൽ എന്തെങ്കിലും പ്രോബ്ലം വന്നു എന്ന് നമ്മൾ കാണുവാണെങ്കിൽ അത് നമുക്ക് നോക്കാൻ 3 പ്രാവശ്യമേ ഒരു ദിവസത്തിൽ പറ്റുകയുള്ളൂ. അതും ഒരു പ്രാവശ്യം നമ്മൾ ചെക്ക് ചെയ്തു, എന്നിട്ട് 90 സെക്കൻഡ്സ് ഒരു ഗ്യാപ്പ് ഉണ്ട്. 90 സെക്കൻഡ്സ് ഗ്യാപ്പ് കഴിഞ്ഞ ശേഷമേ അത് ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. മൂന്നാമത്തെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഓട്ടോ പേയ്മെൻറ്റ്സ്, അതിനകത്ത് SIP, ഇൻഷുറൻസ്, പിന്നെ നെറ്റ്ഫ്ലിക്സ്, അങ്ങനെ എൻ്റർടൈൻമെൻറ്റ് ചാനൽസ്, അങ്ങനെയൊക്കെ ചാനൽസ് സബ്സ്ക്രിപ്ഷൻസ് ഓട്ടോ പേ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നോട്ട് പീക്ക് അവേഴ്സിൽ മാത്രമായിരിക്കും നടക്കുക. നോട്ട് പീക്ക് അവേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ ബാങ്കിങ് അവേഴ്സിൻ്റെ 10 o'clock മുമ്പിൽ രാവിലത്തെ, പിന്നെ 1 o'clock to 5 o'clock ഈവനിങ് ടൈം, പിന്നെ ഉള്ളത് രാത്രി 9:30 ശേഷം. ഇതൊക്കെയാണ് നോൺ പീക്ക് അവേഴ്സ്. പിന്നെ ഉള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വാളറ്റ്, നിങ്ങൾ UPI പേയ്മെൻറ്റ്സിലെ വാളറ്റ് റീചാർജ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ത്രൂ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുവാണെങ്കിൽ, പേയ്മെൻറ്റ്സിന് പ്രശ്നങ്ങൾ വരുവാണെങ്കിൽ അതിനകത്ത് ഫൈൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതും ശ്രദ്ധിക്കുക. പിന്നെ നമ്മുടെ UPI ആയിട്ട് ലിങ്ക് ആയിട്ടുള്ള നമ്മുടെ ഫോൺ നമ്പർ 90 ഡേയ്സിൽ കൂടുതൽ റീചാർജ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, ബാങ്ക് അക്കൗണ്ടായിട്ടുള്ള ഫോൺ നമ്പർ, ലിങ്ക് ചെയ്ത് വെച്ചേക്കുന്ന ഫോൺ നമ്പർ ഇനാക്റ്റീവ് ആണെങ്കിൽ അത് പിന്നെ അക്കൗണ്ട് ഫ്രീസ് ആകാൻ വരെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ഫോൺ നമ്പേഴ്സ് ആക്റ്റീവായിട്ട് വെക്കാൻ സൂക്ഷിക്കുക. ഇതെല്ലാം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ട്രാൻസാക്ഷൻസിൻ്റെ ഡിലേസ് അവോയ്ഡ് ചെയ്യാനും മോർ ഈസി ട്രാൻസാക്ഷൻസ് വരുത്താനും അതിനകത്ത് ലാഗ്സും ഡിലേസൊക്കെ കൺട്രോൾ ചെയ്യാനാണ് ഗവൺമെൻറ് പറയുന്നത്. നമുക്ക് നോക്കിക്കാണാം ഇനിയുള്ള ഫ്യൂച്ചറിൽ എന്തൊക്കെ മാറ്റങ്ങളാണ്. അത് ഈ മാറ്റങ്ങൾ കൊണ്ട് സമൂഹത്തിന് എന്തെങ്കിലും ഗുണങ്ങൾ ഉണ്ടായോ ഇല്ലയോ എന്ന് നമുക്ക് ഫ്യൂച്ചറിൽ കണ്ട് മനസ്സിലാക്കാം. ഓക്കെ, താങ്ക് യു. ഇതെല്ലാവരുമായിട്ട് ഷെയർ ചെയ്യാം.